സ്വാതന്ത്ര്യത്തിൻ്റെ പുതുവെളിച്ചം കണ്ട ആഹ്ലാദത്തിനിടയിലും അവർ ക്ഷീണിതരായിരുന്നു. തടവറയുടെ മടുപ്പിക്കുന്ന ഗന്ധത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ സുഗന്ധത്തിലേക്കൊരു ആലിംഗനമായി അമരുമ്പോഴും അവർ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തെ നുറുക്കുന്നൊരു വേദന പൊതിയുന്നുണ്ടായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം തടവറയിൽ നിന്ന് മോചനം ലഭിച്ചവരുടെ അനുഭവമാണിത്. ഇവരിൽ ഉമ്മമാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സർവകലാശാല വിദ്യാർത്ഥിനികളുണ്ട്, മുറിവേറ്റ സ്ത്രീകളുണ്ട്, മുലകുടി മാറാത്ത പിഞ്ചോമനിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ഉമ്മമാർ വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഹമാസ് കൈമാറിയ 3 ഇസ്രായേലി വനിതാ ബന്ദികളുടെ മുഖത്ത് സന്തോഷവും പുഞ്ചിരിയുമാണ് നിറഞ്ഞു കണ്ടതെങ്കിൽ ഒരായുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും തീരാത്ത നോവിൻ്റെ അടയാളങ്ങളായിരുന്നു ഫലസ്തീൻ തടവുകാരുടെ മുഖത്ത് കാണാനാവുന്നത്. ഞാൻ ഏകാന്ത തടവിലായിരുന്നു. ഇപ്പോഴെനിക്ക് സംസാരിക്കാൻ വയ്യ. കേൾക്കാൻ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് ക്ഷമാപണ സ്വരത്തിൽ ഇത്രമാത്രം പറഞ്ഞാണ് പലസ്തീൻ മുന്നേറ്റത്തിൻ്റെ ഐതിഹാസിക പോരാളി ഖാലിദ ജറാർ കുടുംബത്തിനൊപ്പം പോയത്. ഏകാന്ത തടവിൽ നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകളുടെ അടയാളങ്ങൾ ആ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അവർ തിരിച്ചെത്തി. എന്നത്തെയും പോലെ കരുത്തയായി. ഏകാന്ത തടവിൻ്റെ ശേഷിപ്പുകൾ തുടച്ചു കളഞ്ഞാണ് അവർ എത്തിയത്. ഇടുങ്ങിയ സെല്ലിലായിരുന്നു എന്നെ അടച്ചിരുന്നത്. പലപ്പോഴും എനിക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നുമായിരുന്നു. ഈ കുടിസുമുറിയോട് ചേർന്നായിരുന്നു കുളിമുറിയും. ഒന്നിനും കൊള്ളാത്ത ആഹാരമാണ് അവർ നൽകിയിരുന്നത്. വൃത്തികെട്ട രുചിയുള്ള വെള്ളവും നൽകി. രോഗങ്ങൾക്ക് ചികിത്സയോ മരുന്നോ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഖബറിനകത്താണ് ഞാനെന്ന് തോന്നിപ്പോയിരുന്നു, ഖാലിദ പറയുന്നു. ആദ്യമായല്ല അവർ തടവിലാക്കപ്പെടുന്നത്. ഇത് 5ാമത്തെ തവണയാണ്. ഇക്കുറിയായിരുന്നു പക്ഷേ ഏറ്റവും കഠിനമായ തടവറക്കലമെന്ന് ഖാലിദ പറയുന്നു. തടവറയിലെ സാഹചര്യങ്ങൾ മാത്രമല്ല, ജയിലർമാരുടെ ക്രൂരതയിലും ഇത് ഏറ്റവും കഠിനമായ കാലമായിരുന്നു. 2023 ഡിസംബർ 23-നാണ് ഖാലിദയെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത്. ഒരു വിചാരണ പോലും കൂടാതെയാണ് അവർ അവരെ ഭരണകൂട തടങ്കലിലേക്ക് മാറ്റിയത്. പലസ്തീനിയൻ പോരാട്ടത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന അവരെ നിശബ്ദയാക്കാനാവും എന്നാകും ഇത്തരമൊരു നടപടി കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക. ഹെബ്രോൺ സർവകലാശാല വിദ്യാർത്ഥിനി ജെനിൻ അമ്രിനെ ചിരിച്ചുകൊണ്ടേ കാണാറുണ്ടാവുകയായിരുന്നുള്ളൂ. തടവറക്കാലം കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർ അക്ഷരാർത്ഥത്തിൽ പറക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഒരു അപരാധവും ചെയ്യാതെ ആയുസിൻ്റെ 14 മാസക്കാലം തടങ്കലിൽ ഹോമിക്കേണ്ടി വന്നതിൻ്റെ വേദനയും പരവേശവുമെല്ലാം ആ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നെ മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചു, നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തടവുകാരി എന്നെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞു. തളർച്ച മുറ്റിയതെങ്കിലും ശാന്തത നഷ്ടമാവാത്ത ശബ്ദത്തിൽ ജെനിൻ പറയുന്നു. ജയിലിലടക്കപ്പെട്ട നേരത്തെയുള്ളതിന് സമാനമായ ക്രൂരമായ മർദ്ദനങ്ങൾ മോചനവേളയിലും ആവർത്തിക്കപ്പെട്ടു. ഡാമൻ ജയിലിൽ നിന്ന് ഓഫർ ജയിലിലേക്ക് മാറ്റിയ സന്ദർഭത്തിൽ താനും മറ്റു തടവുകാരികളും മർദ്ദനത്തിനും അപമാനത്തിനും വിധേയമാക്കപ്പെട്ടു. ഞങ്ങളെല്ലാം കൊടിയ അപമാനത്തിനും അവഹേളനത്തിനും ഇരയായി. പരിശോധന നടപടിക്രമങ്ങൾക്കെന്ന വ്യാജേന അവർ ഞങ്ങളെ ദീർഘനേരം തണുത്ത സ്ഥലത്ത് പാർപ്പിച്ചു. നൽകിയ ഭക്ഷണത്തെ ഭക്ഷണമെന്ന് വിളിക്കാൻ കഴിയില്ല. കുറച്ച് ധാന്യങ്ങൾ, പാകം ചെയ്യാത്ത അരി, ഉപ്പില്ലാത്ത സൂപ്പ്, തുരുമ്പ് രുചിയുള്ള വെള്ളം, ഇത് കഴിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ നഗരത്തിൻ്റെ പേരുപേറുന്ന ജെനിൻ ജയിൽ സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങളും വ്യക്തിപരമായ അന്തസ്സും ഹനിക്കുന്ന അതിക്രൂരമായ ഇടമാണ് അവർ പറയുന്നു. ജയിലിൽ നിന്ന് മോചിതയായതിൻ്റെ പിറ്റേന്ന് തന്നെ ഇസ്രായേൽ സൈന്യം ജെനിൻ്റെ വീട് ആക്രമിക്കുകയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മോചനം ആഘോഷിച്ചാൽ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു സയനിസ്റ്റ് സേനയുടെ മുന്നറിയിപ്പ്. ഹൃദയം നുറങ്ങുന്ന അനുഭവമാണ് മാധ്യമപ്രവർത്തക റൂല ഹസനൈന് പങ്കുവെക്കാനുള്ളത്. മുലകുടി മാറാത്ത പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത് നിന്നാണ് റൂലയെ ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോകുന്നത്. മാസം തികയാതെ ജനിച്ചതാണ് ഏലിയ. ഉമ്മയുടെ ചൂടേറ്റ് കിടക്കേണ്ട കുഞ്ഞുമോളെ തനിച്ചാക്കിയാണ് അവർ തടവരുടെ ഇരുട്ടിലേക്ക് പോകുന്നത്. കുഞ്ഞുമോളെയോർത്ത് എൻ്റെ ഉള്ളം നുറുങ്ങുന്നുണ്ടായിരുന്നു. അവൾക്ക് എൻ്റെ സാമീപ്യം വേണമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിലേറെ എനിക്ക് അവളെ വേണമായിരുന്നു. അവളെക്കുറിച്ച് ഓർമ്മിക്കാത്ത നിമിഷങ്ങളില്ലായിരുന്നു. ആ നിമിഷങ്ങളിലൂടെ ഞാൻ കരയുകയും ചെയ്തു. കടുത്ത വൃക്കരോഗിയായിരുന്നു റുല. തടവറയിൽ ഒരുവിധ വൈദ്യപരിശോധനയും ലഭിച്ചില്ല അവർക്ക്. ക്ലിനിക്കിലേക്ക് മാറ്റി പരിശോധനയും പരിചരണവും നൽകണമെന്ന് പലവരും ആവശ്യപ്പെട്ടെങ്കിലും എല്ലാം അവഗണിക്കപ്പെടുകയായിരുന്നു. നഗ്നരാക്കി നിർത്തിപ്പോലും പരിശോധനകൾ നടത്തിയെന്ന് മോചിതരായവർ പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും തന്നെ വിവസ്ത്രരാക്കി നിർത്തി പരിശോധന നടത്തി. എല്ലാ നിയമങ്ങൾക്കും മതവിധികൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ ആ നടപടി സ്ത്രീകളെ അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് നടത്തിയത്, അവർ പറയുന്നു. ഓർമ്മകളെപ്പോലും നോവേറ്റുന്ന ഗാഠനിദ്രകളെപ്പോലും ഞെട്ടിയുണർത്തുന്ന തടവറക്കാലത്ത് നിന്ന് പിറന്ന മനസ്സിൻ്റെ നനവിലേക്ക് തിരിച്ചെത്തുന്ന അവരെ കാത്തു പക്ഷേ പഴയ ഗസയുടെ ശേഷിപ്പുകൾ പോലുമില്ല. പൂത്തുനിന്ന ഒലിവ് മരങ്ങൾ കരിഞ്ഞിരിക്കുന്നു.
ശേഷിക്കുന്ന ഇത്തിരി പച്ചയിൽ ഉണങ്ങിപ്പിടിച്ച ചോരക്കറകളാണ്. ഇമ്പമാർന്ന വീടകങ്ങൾക്ക് പകരം കോൺക്രീറ്റ് കൂനകൾ മാത്രമാണ് ബാക്കി. ചേർത്തണക്കേണ്ട പലരും രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. എന്നാൽ ഇതൊന്നും അവരെ അലട്ടുന്നില്ല. വിങ്ങിവരുന്ന നോവുകൾ കടിച്ചുപിടിച്ച് കണ്ണീരിന് തടയിട്ട് അവർ പറയുന്നു, ധീരരായ രക്തസാക്ഷികൾക്ക് സലാം, മുറിവേറ്റ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന. ഇൻഷാ അല്ലാ ഗസയെ നമ്മൾ പടുത്തുയർത്തും. കുദിസിൻ്റെ അങ്കണത്തിൽ നാം ഒരുമിച്ച് കൂടും.